ഇതിനപ്പുറത്തേക്ക് ഇനിയും അതിന്റെ വേരുകൾ, അതിന്റെ മുരടുകൾ മാന്താൻ ഒരാൾ ഒരുങ്ങുകയാണെങ്കിൽ അത് നടക്കില്ല, അത് അപകടമാണ്. ദീൻ കൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുക. വഅസ്ലുൽ ഖദർ, ഖദറിന്റെ അസ്ല്, അതിന്റെ അടിസ്ഥാനം, അതിന്റെ ബേസ് സിർറുല്ലാഹി തആല ഫീ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു രഹസ്യമാണത്. അവന്റെ സൃഷ്ടികളിൽ അവൻ കൈക്കൊള്ളുന്ന രഹസ്യമാണ്. ഇതിനപ്പുറം ഇത്രയാണ് അള്ളാഹ് അറിയിച്ചു തന്നത്. അതിനപ്പുറം ലം യത്ലി അലാ ദാലിക മലക്കും മുഖറബ് വലാ നബിയ്യും മുർസൽ. ലം യത്ലി അലാ ദാലിക, ആ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ല. ഇത്ല അല എന്ന് പറഞ്ഞാൽ അറിയുക, മനസ്സിലാക്കുക. ഈ ഖദറിന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ല മലക്കുൻ മുഖറബ്, അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥനായിട്ടുള്ള ഒരു മലക്കോ വലാ നബിയ്യും മുർസൽ, അല്ലെങ്കിൽ അള്ളാഹു ദൗത്യമേക്ക് നിയോഗിച്ചിട്ടുള്ള ഒരു നബിയോ ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഈ രഹസ്യം അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ രഹസ്യത്തിന്റെ നമുക്ക് അറിവായ കാര്യം എത്രയാണോ, അള്ളാഹ് അറിയിച്ചു തന്ന മേഖല എത്രയാണോ അത്ര മനസ്സിലാക്കുക. അതിനപ്പുറമുള്ളത് നമ്മുടെ കാര്യം പോട്ടെ, അമ്പിയാക്കന്മാർക്കറിയില്ല, പോകട്ടെ, മലായിക്കത്തും മുഖറബീങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തുള്ള മേഖലകളിലേക്ക് നമ്മൾ മുത്തത്വസ്ലികളായിട്ട് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് അതിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കരുത് എന്നർത്ഥം. ലം യത്ലി. ഇനി വളരെ ലളിതമായ കുറച്ച് വാക്കുകൾ പറഞ്ഞു മുഅല്ലിഫ് പോവുകയാണ്. ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചുരുക്കി പറഞ്ഞു. അത് ഏറ്റവും നല്ലൊരു വിശദീകരണമാണ് ഇമാം അബൂ ജഅഫർ അദ്ദേഹത്തിന്റെ ഈ അഖീദയിൽ ഖദറിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ആ വിഷയം പറയുമ്പോൾ വളരെ ഇൻസാഫോട് കൂടിയാണ് പറഞ്ഞത്. ഒന്നുകിൽ ആയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹദീസിൽ നിന്നുള്ള ഇഖ്തിബാസാണ്. അത് ഏതൊരാൾക്കും, സത്യമന്വേഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന ക്രമത്തിൽ, ബോധ്യമാകാവുന്ന അളവിൽ ശരിക്കാ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് ഖദറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന പല ബുദ്ധിജീവികളുണ്ടാകാം, അങ്ങനെ ഗവേഷണം ചെയ്തു പോകുന്നവരുണ്ടാകാം. ആ ഗവേഷണത്തിലേക്ക് നിങ്ങൾ വല്ലാതെ മുതിരണ്ട. കാരണം അത് സിർറുല്ലാഹി ഫീ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ അള്ളാഹു പുലർത്തുന്ന സ്വകാര്യമാണ്. ലം യത്ലി അലാ ദാലിക്, ആ സ്വകാര്യം അറിഞ്ഞിട്ടില്ല മലക്കും മുഖറബുൻ വലാ നബിയ്യും മുർസൽ, അള്ളാഹുവിനോട് വളരെ സമീപസ്ഥനായ ഒരു മലക്ക് പോലുമോ അല്ലെങ്കിൽ അള്ളാഹു ദൗത്യം നൽകി നിയോഗിച്ചയച്ചിട്ടുള്ള ഒരു നബി പോലുമോ അറിഞ്ഞിട്ടില്ല. والتعمق والنظر في ذلك ذريعة الخذلان وسلم الحرمان ودرجة الطغيان. والتعمق, തഅമ്മുഖ് നടത്തുക എന്നുള്ളത്, ഉംഖ് എന്ന് പറഞ്ഞാൽ ആഴം എന്നാണ്, ഡെപ്തിനാണ് ഉംഖ് എന്ന് പറയാം. അമീഖ് എന്ന് പറഞ്ഞാൽ ആഴമുള്ള, ഡീപ്പ് എന്നുള്ള അർത്ഥമാണ് വരിക. തഅമ്മഖ ഫീഹി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ആഴത്തിലേക്ക് പോകുക എന്നാണ്. അതുകൊണ്ട് ഒരാൾ ആഴങ്ങളിലേക്ക് പോകാൻ മുതിർന്നാൽ വത്തഅമ്മുഖു വന്നളറു, നളർ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് നമ്മൾ നിഗമനങ്ങൾ നെയ്തെടുക്കുക എന്നുള്ളത്. ഇഅ്മാലുൽ ഫിക്ർ, ഒരാളുടെ യുക്തിചിന്തയെ പ്രയോഗിക്കുന്നതിനാണ് അറബിയിൽ നളറുൻ എന്ന് വാഇന് ഫത്ഹ് കൊടുത്ത് പറയാം. വാഇന് ഫത്ഹ് കൊടുത്ത് പറഞ്ഞാൽ ഇഅ്മാലുൻ നളർ വൽ ഫിക്ർ, നമ്മുടെ റീസണിംഗ് ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന റീസണിംഗ്, യുക്തിചിന്ത, ആ യുക്തിചിന്ത നമ്മൾ പ്രയോഗിക്കുന്നതിനാണ് നളർ എന്ന് പറയാം. മനുഷ്യനല്ല കൊടുത്തിട്ടുണ്ട് ഒരു ബുദ്ധി, ആ ബുദ്ധിയിൽ യുക്തിചിന്തനം എന്ന് പറയുന്ന, റീസണിംഗ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനുണ്ട്. അതനുസരിച്ച് ഇങ്ങനെയാണ് കാര്യം, അപ്പൊ ഇങ്ങനെയാണ്, അത് ഇങ്ങനെയും ഇത് അങ്ങനെയുമാകുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെ വരാമല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയുണ്ട്. അതിനാണ് സാധാരണ നമ്മൾ യുക്തിചിന്തനം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻ നിർണയത്തെ സംബന്ധിച്ച്, ഖളാഇനെ ഖദറിനെ സംബന്ധിച്ച് യുക്തിചിന്തനത്തിലൂടെ ഗവേഷണം നടത്തി ആഴങ്ങളിലേക്ക് പോകാൻ ഒരാൾ ഉദ്ദേശിക്കുന്ന പക്ഷം ദരീഅത്തുൽ ഖിസ്ലാൻ, ആ പ്രവൃത്തി ദരീഅത്തുൽ ഖിസ്ലാൻ, ദരീഅത്ത് എന്ന് പറഞ്ഞാൽ മാർഗമാണ്, വഴിയാണ്. ഏതിലേക്കുള്ള വഴി? ഖിസ്ലാൻ, അള്ളാഹു നമ്മെ കൈയൊഴിക്കുന്നതിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള വഴിയാണ്.
അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയിച്ചു തന്ന കാര്യങ്ങൾ അത് പൂർണ്ണ ബോധ്യത്തോടുകൂടി പൂർണ്ണ തൃപ്തിയോടുകൂടി ഉൾക്കൊള്ളുകയും ഏതെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാകാത്ത കാര്യങ്ങളിൽ അള്ളാഹു പറഞ്ഞത് നമ്മൾ ആമന്ന വസല്ലംന എന്ന് പറഞ്ഞ് കീഴ്പ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരാൾ മുതിരാതെ എനിക്ക് അതിനപ്പുറം കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവന്റെ ബുദ്ധി കൊണ്ട് അനാവശ്യമായ അല്ലെങ്കിൽ ആ അപകടകരമായ മേഖലകളിലേക്ക് പോയാൽ ഹിസ്ലാൻ ഉറപ്പാണ്. ഖദറ യഹ്ദുലു എന്ന് പറഞ്ഞാൽ കൈയൊഴിക്കുക എന്നാണ്. അള്ളാഹു കൈവിടുന്നു, അള്ളാഹു അവനെ കൈയൊഴിക്കുന്നു. അള്ളാഹു ഒരുത്തനെ കൈയൊഴിച്ചാൽ പിന്നീട് അവന് യാതൊരു രക്ഷയും യാതൊരു വലിയോ ഒരു നസീറോ അവനുണ്ടാവില്ല, ഒരു രക്ഷാധികാരിയോ അല്ലെങ്കിൽ ഒരു സഹായിയെയോ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഇതിലേക്ക് പോയാൽ വത്തഅമ്മുഖ്, ആഴങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്, വന്നവർ, അതുപോലെ തന്നെ യുക്തിചിന്തനം നടത്താൻ ശ്രമിക്കുന്നത്, ഫീ ദാലിക, ഈ വിഷയത്തിൽ, അഥവാ സിർറുല്ലാഹി ഫീ ഖൽഖിഹി, അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ അവന്റെ സൃഷ്ടികളിൽ അവൻ കൈകൊണ്ടിട്ടുള്ള ഈ രഹസ്യം അഥവാ ഖദാ ഖദർ എന്ന് പറയുന്നതിൽ നമുക്ക് അറിവാക്കി തന്നിട്ടുള്ളതിനപ്പുറത്തുള്ള രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളിലേക്ക് ഒരാൾ യുക്തിചിന്തനത്തിലൂടെ കടന്നു ചെല്ലാൻ ഗവേഷണം നടത്താൻ ഉദ്ദേശിച്ചാൽ, അതിന്റെ ആഴങ്ങളിലേക്ക് അയാൾ മുങ്ങാൻ ഉദ്ദേശിച്ചാൽ അത് ദരീഅത്തുൽ ഖിസ്ലാൻ, അള്ളാഹു നമ്മെ കൈവിടാനുള്ള മാർഗമായിരിക്കും. ദരീഅത്ത് എന്ന് പറഞ്ഞാൽ മാർഗം, ഉപാധി. ഖിസ്ലാൻ എന്ന് പറഞ്ഞാൽ കൈയൊഴിക്കുക, അള്ളാഹ് നമ്മളെ കൈയൊഴിക്കാനുള്ള മാർഗമായിരിക്കും. വസുല്ലമുൽ ഹിർമാൻ, മാത്രമല്ല അത് ഹിർമാനിലേക്ക് എത്താനുള്ള കോടിപ്പടിയാണ്. സുല്ലം സലാലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്കലേറ്ററാണ്, കോണിയാണ്. ഹിർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിർമാൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ തൗഫീഖ് നമുക്ക് മുടങ്ങുന്ന അവസ്ഥക്കാണ് ഹിർമാൻ എന്ന് പറയാം. അള്ളാഹു നൽകുന്ന അവന്റെ ഹിദായത്തും അവന്റെ തൗഫീഖും അത് മുടക്കം വരുത്തുക. ഹിർമാൻ എന്ന് പറഞ്ഞാൽ മുടക്കം എന്നാണ്. എന്താണ് മുടക്കുന്നത്? തൗഫീഖുല്ലാഹി വഹിദായത്തുഹു, അള്ളാന്റെ തൗഫീഖും ഹിദായത്തും നമുക്ക് കിട്ടാതെ അത് മുടക്കം വരുത്താനുള്ള ആ മുടക്കത്തിലേക്കാണോ നിങ്ങൾ കയറിപ്പോകാൻ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ ഈ യുക്തിചിന്തനത്തിന്റെ കോണിയിലൂടെ കയറിക്കോ, അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോ. ഏതിന്റെ ആഴത്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത്? അള്ളാഹു ഖദറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത അവൻ സൃഷ്ടികളിൽ സ്വകാര്യമാക്കി വെച്ചിട്ടുള്ള ആ മേഖലകളിലേക്ക് നീ മുങ്ങിത്തപ്പാൻ പോയിക്കോ, അല്ലെങ്കിൽ അതിലേക്ക് നീ കയറാൻ ശ്രമിച്ചോ. എങ്കിൽ നിനക്ക് അള്ളാന്റെ തൗഫീഖ് നഷ്ടപ്പെടും, അള്ളാന്റെ ഹിദായത്ത് നിനക്ക് നഷ്ടപ്പെടും. വദറജതു തുഗ്യാൻ, ഇത് മനുഷ്യൻ അള്ളാഹുവിനോട് നല്ല നിലക്ക് ജീവിക്കുന്ന, അതവോടുകൂടി ജീവിക്കുന്ന അവസ്ഥയല്ല. ഇത് ദറജതു തുഗ്യാൻ, അതിക്രമത്തിന്റെ സ്റ്റേജാണ്. ദറജത്ത് പറഞ്ഞ സ്റ്റേജ്, തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിര് വിടുക. മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിര്, ആ അതിര് വിട്ടുകൊണ്ട് ട്രാൻസ്ഗ്രഷനാണ്, അതിര് വിട്ടുപോകുന്ന ഒരു പരിപാടിയാണത്. അത് നിങ്ങൾ സൂക്ഷിക്കണം. ഇത് വളരെ ഗൗരവപൂർവ്വം മുഅല്ലിഫ് റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? അത് ബേസ് ചെയ്യുന്നത് ഒരു ഹദീസാണ്. ഖദറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളുടെ യുക്തി ചിന്തനത്തിന് വഴങ്ങുന്ന കാര്യമല്ലാതെ ഖദറിനെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമായ കാര്യം എന്താണോ അത് ആയത്തിലും ഹദീസിലും അല്ലാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശരിയായ വിധത്തിൽ നോക്കിയാൽ, പഠിച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് കിഫായത്തുണ്ട്. ആ വിഷയത്തിൽ മതിയായ ഒരു ബോധ്യത്തിനു മാത്രം അല്ലാഹ് ആയത്തിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കൂ, അത് പഠിക്കൂ. അത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തുള്ള മേഖലകൾ, അല്ലാഹ് സ്വകാര്യമാക്കി വെച്ചിരിക്കുന്ന മേഖലകൾ, ആ മേഖലകളിലേക്ക് നിങ്ങൾ യുക്തിചിന്തനത്തിന്റെ വഴിയിലൂടെ കടന്നു ചെല്ലുകയാണെങ്കിൽ അത് തുഗ്യാൻ തന്നെയാണ്. നമ്മുടെ അതിര്, അല്ലാഹ് നമുക്ക് അനുവദിച്ച അതിര് വിട്ട് അപ്പുറത്തേക്ക് കടന്നു ചെല്ലലാണ്. ഈ കാര്യം മുഅല്ലിഫ് റഹിമഹുല്ലാ പറയുന്നതിനുള്ള തെളിവ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ് ഇപ്രകാരമാണ്. എന്താണത്? അവിടുന്ന് പറഞ്ഞു, വഇദാ ദുക്കിറൽ ഖദറു ഫഅംസികൂ, വഇദാ ദുക്കിറൽ ഖദർ, അള്ളാഹുവിന്റെ ഖദാ ഖദറിനെ സംബന്ധിച്ചിടത്തോളമുള്ള യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങൾ, ചിന്തകൾ ഒരു കൂട്ടം ആളുകൾ നടത്തുന്നുണ്ട് എങ്കിൽ നീ ആ കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല, നീ സംസാരിക്കാൻ പാടില്ല. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ ഫഅംസികൂ, അവിടെ വെച്ച് നിങ്ങൾ നിർത്തിയേക്കൂ, അതിൽ നിന്ന് വിരമിച്ചേക്കൂ. കൃത്യമായ റസൂലുള്ളാഹിന്റെ വിലക്കാണ്. പറഞ്ഞല്ലോ, ഖദാ ഖദറിനെ സംബന്ധിച്ച് ആയത്തുകളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന്
നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് വായിക്കുക, അത് പഠിക്കുക, അത് ഉൾക്കൊള്ളുക. അതിൽ തന്നെ ഒരു മനുഷ്യന് ഖദറിനെ സംബന്ധിച്ച് ബോധ്യമാകാൻ ആവശ്യമായ തെളിവുകൾ, ആശയങ്ങൾ സ്ഫുടതയിൽ അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനപ്പുറം ചില മേഖലകളിലേക്ക് പോകുക എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഇദാ ദുകിറൽ ഖദർ, ഖദറിനെ സംബന്ധിച്ചിടത്തോളം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള പരാമർശങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ ഫഅംസികൂ, പിന്നെ നിങ്ങൾ അതിൽ മുഴുകരുത്, അതിൽ പങ്കുപറ്റരുത്, അതിന് സാക്ഷികളാകരുത്, നിങ്ങൾ വിരമിച്ചേക്കണം, നിങ്ങൾ അത് നിർത്തിയേക്കണം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് അംർ ഇബ്നു ശുഐബ്, ഈ ഹദീസ് പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സിൽസിലയിൽ 34ാമത്തെ ഹദീസായിട്ട് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിന്റെ വിവിധ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വഇദാ ദുകിറൽ ഖദറു ഫഅംസികൂ. ഈ വിഷയത്തിനുള്ള അടുത്ത തെളിവ് അംർ ഇബ്നു ശുഐബ് അദ്ദേഹത്തിന്റെ പിതാവായ ശുഐബിൽ നിന്നും ശുഐബ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് വന്നു. ദാത യൗമിൻ, ഒരു ദിവസം. വന്നാസു യതകല്ലമൂന ഫിൽ ഖദർ, അപ്പോൾ ജനങ്ങളുടെ പ്രവൃത്തി എന്താണ്? ജനങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ അവർ ഖളാ ഖദറിനെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖളാ ഖദറിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത് നമുക്ക് ഓതാം, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നമുക്ക് ഉദ്ധരിക്കാം, അത് മനസ്സിലാക്കാം. അതല്ലാതെ നമ്മുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആവശ്യമുള്ള വിഷയമല്ലത്. നമുക്ക് സ്വന്തമായി ഒരു കോൺട്രിബ്യൂഷൻ നൽകാവുന്ന മേഖല അല്ലത്. ഇതിൽ ആയത്തോ ഹദീസോ ഉദ്ധരിക്കുകയല്ലാതെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഫഅംസികൂ, അത് പറയപ്പെടുന്ന സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറുക തന്നെ വേണം. ജനങ്ങൾ, സഹാബികൾ, അവരിൽപ്പെട്ട ചിലർ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. ഖാല ഫകഅന്നമാ തഫഖഅ ഫീ വജ്ഹിഹി ഹബ്ബുർ റുമ്മാൻ, ഇതിൽ കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാവം പൂർണ്ണമായി മാറി. ആകെ മുഖമിങ്ങോട്ട് ചെമന്നു. ചെമന്നു എന്ന് പറഞ്ഞാൽ ഒരു റുമ്മാൻ പഴം നിങ്ങൾ നടുകെ പിളർത്തി നോക്കിയാൽ എങ്ങനെ ചുവന്നിരിക്കുമോ അതുപോലെ മുഖം ആകെ ചുവന്നു തുടിച്ചു. മിനൽ ഗളബ്, എന്തുകൊണ്ട്? അത്രയധികം റസൂലുള്ളാഹി കുപിതനായി. റസൂലുള്ളാഹിന്റെ സ്വഭാവം അറിയാം. എന്ത് വീഴ്ച തന്റെ സ്വഹാബത്തിൽ നിന്ന് സംഭവിച്ചാലും അതിലൊക്കെ വഹുവ റഫീഖ് ഷഫീഖ് ലി ഉമ്മത്തിഹി വസ്വഹാബിഹി, തന്റെ ഉമ്മത്തിനോട് തന്റെ സ്വഹാബത്തിനോട് അത്യധികം വാത്സല്യത്തോടുകൂടി കനിവോടുകൂടി പെരുമാറുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കേണ്ട താമസം. മുഖമാകം മാറിപ്പോയി, ചെമന്നു. ഒരു റുമ്മാൻ പഴം പിളർത്തി വെച്ചതുപോലെയുണ്ട്. മിനൽ ഗളബ്, കോപത്തിന്റെ ആധിക്യത്താൽ. ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, മാലക്കും തദ്രിബൂന കിതാബല്ലാഹി ബഅദഹു ബിബഅദ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽപ്പെട്ട ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ കൊണ്ട് നിങ്ങൾ ഖണ്ഡിക്കുകയാണോ? അതിൽ രണ്ട് തെറ്റുകൾ വരുന്നുണ്ട്. ഒന്ന്, അവരുടെ ചർച്ചാ വിഷയം അത് ഖദറാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ആ വിഷയത്തിൽ ചർച്ച പാടില്ല. ആ വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞത് അത് ഉദ്ധരിക്കുക, പഠിക്കുക, അത് തനാഖുൽ ചെയ്യുക, ഒരാൾ മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സ്വന്തമായിട്ടുള്ള യുക്തികൾ അവിടെ ഉദ്ധരിക്കാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല. ഈ വിഷയം അവർ ചർച്ച ചെയ്യുന്ന മേഖല തെറ്റായതുകൊണ്ട്. രണ്ടാമത്, അവരുടെ ചർച്ചാ രീതിയും തെറ്റാണ്. എന്താ ചർച്ചാ രീതി? ഒരാളൊരായത്ത് പറയുന്നു, മറ്റൊരാൾ അതിനെതിരിൽ വേറൊരായത്ത് പറയുന്നു. അങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ ഒന്നൊന്നിന് പൂരകമെന്നല്ലാതെ ഒന്നൊന്നിന് എതിരല്ല ഒരിക്കലും. അപ്പൊ ജനങ്ങൾ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് എതിരുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് അൻതവരിബു കിതാബല്ലാഹി ബഅദഹു ബിബഅദ്, അല്ലാഹുവിന്റെ വചനത്തിൽ ചിലതിനെ മറ്റു ചിലത് കൊണ്ട് നിങ്ങൾ ഗണ്ണിക്കുവാൻ, എതിർക്കുവാനാണോ മുതിരുന്നത്? ബിഹാദാ ഹലക മൻ കാന ഖബലകും, ബിഹാദാ ഹലക മൻ കാന ഖബലകും, ഈ നടപടി മുഖേനയാണ് നിങ്ങളുടെ പൂർവീകരായിട്ടുള്ള പല സമുദായങ്ങളും നാശമടയുകയുണ്ടായത്. ഹദീസ് ഉദ്ധരിക്കുന്ന അംർ ഇബ്നു ശുഐബിന്റെ പിതാവ്, എന്റെ ജദ്ദ് ശുഐബിന്റെ പിതാവ് പറയുന്നു, സഹാബി വര്യനായ അദ്ദേഹം പറയുന്നു, മാ ഗിബ്തു നഫ്സി ബിമജ്ലിസിൻ ഫീഹി റസൂലുള്ളാഹ് ലം അഷ്ഹദുഹു ബിമാ ഗിബ്തു നഫ്സി ബിദാലിക്കൽ മജ്ലിസ് അന്നി ലം അഷ്ഹദു. റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഒരു മജ്ലിസിൽ, റസൂലുള്ളാഹ് എന്ന ഒരു സ്ഥലത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നതിന്റെ പേരിൽ എനിക്ക് സന്തോഷം ഉണ്ടാവാറില്ല.
പങ്കെടുക്കാത്തതിൽ എനിക്കൊരിക്കലും സന്തോഷം ഉണ്ടാവാറില്ല. കാരണം റസൂലുള്ളാഹിനോടൊക്കെ എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹം. പക്ഷേ ആ സദസ്സിൽ റസൂലുള്ള കയറിച്ചെന്ന ആ സദസ്സിൽ ഞാൻ ഉണ്ടായില്ലല്ലോ എന്നതിനാൽ എനിക്കുണ്ടായ സന്തോഷം അളവറ്റതാണ്. കാരണം അവരോട് റസൂലുള്ള അത്രയധികം കോപിച്ചു. അവർ ചെയ്തത് വലിയ തെറ്റായിരുന്നു. 2 തെറ്റവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, അവർ ചർച്ച ചെയ്ത വിഷയം ഖദറാണ്. യതകല്ലമൂന ഫിൽ ഖദർ. ذات يوم والناس يتكلمون في القدر. ഏതിനെ കുറിച്ചാണ് അവരുടെ ചർച്ചാ വിഷയം ഖദറാണ്. ഖദറിനെ കുറിച്ച് അവരെന്താ പറയുന്നത്? ഖദറിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നത് തന്നെ തെറ്റ്. ആ വിഷയത്തിൽ ആസാറുകൾ നഖൽ ചെയ്യാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. ഖാല അല്ലാഹു വഖാല റസൂലുഹു എന്ന് പറയുന്ന ആസാറുകൾ ഉദ്ധരിക്കുക, അത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. സഹാബത്ത് റസൂലുള്ള നേരത്തെ ഖദർ വിശദീകരിച്ചപ്പോ ആദ്യം അവർക്ക് സംശയം തോന്നിയെങ്കിലും അവസാനം അവരെന്താ പറഞ്ഞത്? ഇദൻ നജിദ് അൽആന നജിദ് അൽആന നജിദ്. എങ്കിൽ ഞങ്ങൾ അമലിൽ മുഴുകാൻ തയ്യാറാണ്, അമലിൽ മുഴുകുകയാണ്. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ ഞങ്ങൾ കർമ്മനിരതരാണ്, ഞങ്ങൾ കഠിനാധ്വാനത്തിലാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഖദർ റസൂലുള്ള പറഞ്ഞു കൊടുത്തപ്പോ അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ആ രൂപത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് നഖൽ ചെയ്യുക എന്നല്ലാതെ അവനവന്റെ യുക്തി ചിന്തനത്തിലൂടെ, റീസണിങ്ങളിലൂടെ സ്വന്തമായിട്ടുള്ള ഖളിയകൾ, സ്വന്തമായിട്ടുള്ള നിഗമനങ്ങൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. രണ്ടാമത്, ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഖുർആനിന്റെ വചനങ്ങൾ, അള്ളാഹുവിന്റെ കലാമുകൾ ഒന്നിനൊന്ന് എതിരി നിർത്തുന്ന ഒരു രീതിയും വന്നു. രണ്ടും ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖം കണ്ടപ്പോൾ ഫകഅന്നമാ ഫത്അ ഫീ വജ്ഹി ഹബ്ബുർ റുമ്മാനി മിനൽ ഗളബ്, കോപത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു റുമ്മാൻ പഴം പിളർത്ത് വെച്ച മാതിരിയുണ്ട് റസൂലുള്ളാഹിന്റെ മുഖം. ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറഞ്ഞത്, ഞാൻ ആ സദസ്സിലില്ല, അതിന്റെ പുറത്തായിരുന്നു. അങ്ങനെ പുറത്തായിപ്പോയി എന്നതുകൊണ്ട് ഏറ്റവും അധികം ഞാൻ സന്തോഷിച്ച മജ്ലിസ് ഇതാണ്. അപ്പോ ഈ 2 തെളിവുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫൈദാ ദുക്കിറൽ ഖദറു ഫഅംസികു എന്നും, അതുപോലെ തന്നെ ഇതിന്റെ ചില റിവായത്തുകളിൽ അബിഹാദാ ഉമിർതും അം ലിഹാദാ ഖുലിഖതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. ഈ വിഷയം ചർച്ച ചെയ്യാനാണോ നിങ്ങൾ അല്ലാഹു പഠിച്ചത്? അള്ളാഹുവിന്റെ സിർറ് അത് പരിശോധിച്ച് കണ്ടെത്താനാണോ? അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അമൽ ചെയ്തുകൊണ്ട് മുന്നേറുവീൻ, നിങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ നല്ല അമലുകളിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകാം, തൈസീർ നൽകാം. നിങ്ങൾ ചീത്ത തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ചീത്തയുമായി അങ്ങേയറ്റം പോകാനുള്ള എളുപ്പം അത് നിങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇതിന്റെ ബാക്കി തുടർച്ച. അതിനാൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇതല്ല. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഏത് കാര്യമാണ് അള്ളാഹ് കൽപ്പിച്ചത്, റസൂല് പറഞ്ഞത്, അത് അന്വേഷിക്കൂ, അത് ചെയ്യാൻ വേണ്ടിയുള്ള പണി നോക്കൂ. അതുപോലെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഏത് കാര്യമാണ് അള്ളാഹ് വിലക്കിയിട്ടുള്ളത്, റസൂല് വിലക്കിയിട്ടുള്ളത്, ആ കാര്യം അന്വേഷിക്കൂ. ആ കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ നോക്കൂ. അല്ലാതെ സിർറുല്ലാഹി ഫീ ഖൽഖിഹി, അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് മറച്ചു പിടിച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യം അത് ചൂഴ്ന്നന്വേഷിക്കാനല്ല നിങ്ങൾ നടക്കേണ്ടത്. അതുകൊണ്ടാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ ഈ 2 തെളിവുകളുടെ വെളിച്ചത്തിലാണ് താഴെ പറയുന്ന കാര്യം വത്തഅമ്മുഖു വന്നളറു ഫീ ദാലിക ദരിഅത്തുൽ ഖിദ്ലാൻ വസുല്ലമുൽ ഹിർമാൻ വദറജത്തുത് തുഗ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖദറിനെ കുറിച്ച് അള്ളാഹ് നമുക്ക് വെളിവാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഴങ്ങളിൽ ചിന്തിക്കുന്നതും നമ്മുടെ യുക്തി ചിന്തനം പ്രയോഗിക്കുന്നതും ദരിഅത്തുൽ ഖിദ്ലാൻ, അള്ളാഹു നമ്മെ കൈയൊഴിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ്. വസുല്ലമുൽ ഹിർമാൻ, അള്ളാഹുവിന്റെ ഹിദായത്തും തൗഫീഖും നമുക്ക് മുടങ്ങുന്നതിനുള്ള ആ അവസ്ഥയിലേക്ക് കയറിപ്പോകാനുള്ള കോടിയാണ്. വദറജത്തുത് തുഗ്യാൻ, അത് അതിക്രമത്തിന്റെ, മനുഷ്യന് അള്ളാഹു അവന് നിശ്ചയിച്ച ആ പരിധി വിട്ടുകൊണ്ട്, പരിധി ലംഘിച്ചുകൊണ്ട് മുന്നേറുന്നതിനുള്ള അതിലേക്കുള്ള ദറജയാണ്, ആ പദവിയിലേക്ക് പോകുന്ന വഴിയാണത്. ഫൽ ഹദർ യാ അബ്ദുല്ലാഹ്, ഫൽ ഹദർ, ഫൽ ഹദർ, അതിനാൽ നീ ജാഗ്രത പുലർത്തുക. കുല്ലൽ ഹദർ, ഫൽഹദറ കുല്ലൽ ഹദർ, പൂർണ്ണമായ നിതാന്തമായ ജാഗ്രത നീ പുലർത്തുക. മിൻ ദാലിക്, ആ വിഷയത്തിൽ, അക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഖദറിന്റെ വിഷയത്തിൽ. ഖദറിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ റസൂലോ പറഞ്ഞിട്ടുള്ള കാര്യം റസൂല് മനസ്സിലാക്കി കൊടുക്കുകയും സഹാബത്ത് മനസ്സിലാക്കുകയും ചെയ്ത രൂപത്തിൽ അത് ഉദ്ധരിക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ നിന്റെ നെമറുകൊണ്ട്, യുക്തിചിന്തനം കൊണ്ട് അതിൽ നീ ആഴത്തിലേക്ക് ഇറങ്ങുന്ന കാര്യം അത് നീ സൂക്ഷിക്കണം.
നവറൻ വഫിക്റൻ വവസ്വസ, അതിൽ യുക്തി പ്രയോഗിക്കുന്നത്, വഫിക്റൻ അതിൽ ചിന്തിക്കുന്നത്, വവസ്വസത്തൻ എന്ത് യുക്തി പ്രയോഗിച്ചാലും എന്ത് ചിന്ത നടത്തിയാലും എത്ര വലിയ ബുദ്ധിജീവിയാണെങ്കിലും അവസാന ആ വിഷയത്തിൽ അയാൾ ചിന്തിച്ചാൽ വവസ്വസത്തൻ അയാൾ വസ്വാസിലാവും. അതുണ്ടാവുള്ളൂ. ആ വസ്വാസ് ഉണ്ടാകുന്നു, അത് നീ സൂക്ഷിക്കണം. ഈ വിഷയത്തിൽ ചിന്തിച്ച് അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ ആയത്തുകളും ഹദീസുകളും അതിന്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അത് സ്വീകരിച്ച് മനസ്സമാധാനം കിട്ടിയവന് കിട്ടിയെന്നല്ലാതെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരു സമാധാനത്തിലേക്ക് എത്തിയ ഒരാളുമില്ല. വസ്വാസന്നെ ഉണ്ടാകുള്ളൂ. അതിങ്ങനെ ഒരു പ്രശ്നം പരിഹരിച്ചു വരുമ്പോ യുക്തി കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുമ്പോ ആ സംശയം തീർക്കാൻ വേണ്ടി യുക്തി കൊണ്ട് ഒരു മറുപടി പറഞ്ഞാൽ 3 സംശയപ്പുറത്ത് വേറെ അങ്ങനെ വരും. അപ്പൊ 3 മറുപടി വരാൻ വേണ്ടിയിട്ട് മെനക്കെടുമ്പോ 30 അപ്പുറത്ത് വേറെ വരും. അതുകൊണ്ട് വസ്വാസുൽ ഖന്നാസ് മാത്രമായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് നീ സൂക്ഷിക്കൂ മനുഷ്യ, അന്നളർ വൽ ഫിക്ർ വൽ വസ്വസ, ആ വിഷയത്തിൽ നീ നിന്റെ യുക്തി ചിന്തനം നടത്തുന്നത്, നീ നിന്റെ ചിന്ത ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വസ്വാസിനകപ്പെടുന്നത് നീ സൂക്ഷിക്കുക. ഫഇന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല തവാ ഇൽമൽ ഖദരി അൻ അനാമിഹി, തവാ അള്ളാഹു ചുരുട്ടി വെച്ചിരിക്കുന്നു. ഖവായത്തുവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടണീനാണ് പറയാം. ചുരുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു, ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു. എന്താണ് അള്ളാഹു ചുരുട്ടി വെച്ചത്, ഗോപ്യമാക്കി വെച്ചിട്ടുള്ളത്? ഇൽമൽ ഖദർ, ഖദറിനെ കുറിച്ചുള്ള അറിവാണ്. ഖദറിനെ കുറിച്ച് നമുക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, അവനിൽ അവന്റെ ഉത്തമദാസന്മാരായി അവന് വണങ്ങി ജീവിക്കാൻ ആവശ്യമായ ഒരു അളവിൽ എന്താണോ പറഞ്ഞു തരേണ്ടത് അത് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, സഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കുന്നു, അതിൽ പൂർണ്ണ മനസ്സമാധാനം വരും. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ആ വിഷയത്തിന്റെ രഹസ്യങ്ങൾ അത് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. കാരണം അത് അല്ലാഹു ചുരുട്ടി ഗോപ്യമാക്കി വെച്ചതാണ്. അൻ അനാമിഹി, അവന്റെ ഇബാദുകളിൽ നിന്ന്. അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യര് എന്നാണ്. മനുഷ്യര്, ജിന്നുകൾ. അതിന്റെ ആമായ മാനയിൽ അൽ ജിന്നു വൽ ഇൻസ് എന്നുള്ളത് പെടും. അതിന്റെ ഖാസായ മാനയിൽ അത് അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യര് എന്നാണ്. മനുഷ്യരിൽ നിന്ന്, ജിന്നിൽ നിന്ന് അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഈ സ്വകാര്യം മറച്ചു വെച്ചിരിക്കുന്നു. മാത്രല്ല വനഹാഹും അൻ മറാമി, അത് ലക്ഷ്യമാക്കരുത്. അള്ള മറച്ചുവെച്ച, അള്ള ചുരുട്ടിവെച്ച, അള്ള സ്വകാര്യമാക്കി വെച്ചിട്ടുള്ള ആ കാര്യം എനിക്ക് കിട്ടണം എന്നൊരാൾ ലക്ഷ്യമാക്കാൻ പറ്റുമോ? അതിനെ നിങ്ങൾ ഉദ്ദേശിക്കരുത് എന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. വ നഹാഹും, അവൻ മനുഷ്യരെ വിലക്കിയിരിക്കുന്നു. അൻ മറാമിഹി, അതിനെ ഉദ്ദേശിക്കുക, അത് കിട്ടണമെന്ന് ഉദ്ദേശിക്കുക, അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് ലക്ഷ്യമാക്കുക, അത് അല്ലാഹു വിലക്കുകയും ചെയ്തിരിക്കുന്നു. റാമയറൂം പറഞ്ഞാൽ ലക്ഷ്യമാക്കുക, ഉദ്ദേശിക്കുക എന്നാണ്. മറാം എന്ന് പറഞ്ഞാൽ അതിന്റെ മസ്തർ മീമിയാണ്, ലക്ഷ്യം, ഉദ്ദേശ്യം എന്നാണ് അർത്ഥം. അപ്പോ ഇൽമുൽ ഖദർ അത് ഒരാൾ ലക്ഷ്യമാക്കുന്നത്, അത് മനസ്സിലാകണം, അതറിയണം, അതിന്റെ ആഴങ്ങളിൽ പോകണം എന്നൊരാൾ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അള്ളാഹു എവിടെ വിലക്കിയത്, റസൂൽ എവിടെ വിലക്കിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വഇദാ ദുക്കിറൽ ഖദറു ഫംസികൂ അബിഹാദാ ഉമിർതും അലിഹാദാ ഖുലിഖ്തും എന്ന റസൂലുള്ളാഹിന്റെ ചോദ്യം അത് തന്നെയാണ്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫീ കിതാബിഹി, അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യുസ്അലു അമ്മാ യഫ്അൽ. ഖദർ എന്നുള്ളത് അള്ളാന്റെ പ്രവർത്തനമാണ്. അള്ളാന്റെ പ്രവർത്തനം അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ ചെയ്തോളും. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്, എന്താണ് അള്ളാഹു ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്ന് അവനോട് ആർക്കെങ്കിലും ചോദിക്കാൻ അധികാരമുണ്ടോ, അവകാശമുണ്ടോ? ഇല്ലല്ലോ. ലാ യുസ്അൽ, ചോദിക്കപ്പെടില്ലല്ലോ. അമ്മാ യഫ്അൽ, അവൻ ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും ചോദിക്കാൻ സാധ്യമല്ല. ആരും ചോദിക്കാൻ സാധ്യമല്ല. വഹും യുസ്അലൂൻ, അവരാണ് ചോദിക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് ഖളാ ഖദറിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ശറഇനെ കുറിച്ചാണ്, നമ്മളുടെ അമലിനെ കുറിച്ചാണ്. ഏതാണ് ഞാൻ ചെയ്യേണ്ടത്, ഏതാണ് ഞാൻ ഒഴിവാക്കേണ്ടത്, ഏത് ചെയ്താലാണ് എനിക്ക് കൂലി, ഏതൊഴിവാക്കിയാലാണ് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. അതുകൊണ്ട് ശറഅ് അതാണ്. ഖദർ, ശറഅ്, ഇങ്ങനെ 2 കാര്യമാണുള്ളത്. ഖദർ അള്ളാന്റെ വിഷയമാണ്, ശറഅ് നമുക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുഴുകേണ്ടത് ശറഅിലും, മറ്റത് അള്ളാന്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാനോ ആരായാനോ അന്വേഷിക്കാനോ ഒരു അവകാശവും ഇല്ലാത്തതുമാണ്. ശറഅും ഖദറുമാണ്.
അതിൽ ഖദർ അള്ളാന്റെ വിഷയമാണ്. അത് അള്ളാന്റെ സിർറ് ഫി ഖൽഖിഹി, അവന്റെ ഖൽഖിൽ അവൻ സിറാക്കി പുലർത്തിയ കാര്യമാണ്. അതിനെക്കുറിച്ച് അവരോട് ചോദിക്കാൻ പറ്റില്ല, ആർക്കും ചോദിക്കാൻ സാധ്യമല്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ. എന്നാൽ ശറഅ് എന്ന് പറയുന്നത് അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതൊക്കെ നീ ചെയ്യണം, ഏതൊക്കെ നീ ചെയ്യണ്ട, ഏതൊക്കെ നിനക്ക് നിർബന്ധമാണ്, ഏതൊക്കെ നിനക്ക് ഐച്ഛികമാണ്, ഏതൊക്കെ നിനക്ക് അനുവദനീയമാണ്, ഏതൊക്കെ അനഭിലഷണീയമാണ്, ഏതെല്ലാം നിനക്ക് നിഷിദ്ധമാണ്. അതാണ് ശറഅ്. ആ ശറഅിയായ കാര്യങ്ങൾ അതാണ് നീ അന്വേഷിക്കേണ്ടത്, അതിനാണ് നീ മുഴുകേണ്ടത്. നമ്മുടെ മേഖല അമലിന്റേതാണ്. അതുകൊണ്ട് തന്നെ ലാ യുസ്അലു അമ്മാ യഫ്അൽ, ലാ യുസ്അലു അമ്മാ യഫ്അൽ എന്ന് പറഞ്ഞാൽ അത് ഖദറാണ്. ഖദർ അള്ളാഹുവിന്റെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് അവനോട് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ കഴിയില്ല. വഹും യുസ്അലൂൻ, എന്നാൽ മനുഷ്യരാണ് ചോദിക്കപ്പെടുക. അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ശറഅിന് വിധേയമാണ്. അതുകൊണ്ട് ശറഅ് അനുസരിച്ച് അവർ പ്രവർത്തിക്കണം, അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ അമാലുകൾ ഏതൊക്കെ എനിക്ക് പാടുള്ളൂ, ഏതൊക്കെ എനിക്ക് പാടില്ല, അതാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. അതാണ് മറ്റേ ഹദീസിലും പറഞ്ഞത്, ഫൻദുറുല്ലദീ ഉമിർതും ബിഹി, ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫഅമലൂ ബിഹി, അത് നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ ഫൻദുറുല്ലദീ നുഹീതുക്കും, ഫൻദുറുല്ലദീ നഹൈതുക്കും അൻ, നിങ്ങളോട് ഞാൻ വിലക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫജ്തനിബൂ, അത് നിങ്ങൾ വർജിക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് ശർആൻ. ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അത് നിങ്ങൾ അന്വേഷിക്കൂ, പഠിക്കൂ, അത് നിങ്ങൾ ചെയ്യൂ. അത് നിങ്ങളുടെ ഏരിയ, അത് നിങ്ങളുടെ മേഖല. എന്നാൽ അള്ളാന്റെ മേഖല അത് ഖദറാണ്. അത് അള്ളാഹിനോട് ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. അതിൽ എന്താണ് ഖദർ എന്ന് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി അമല് ചെയ്യാൻ മുതിരുന്ന ഒരു അബ്ദിന്, ഒരു അടിമക്ക് മനസ്സമാധാനത്തിന് വേണ്ടി എന്താവശ്യമാണോ ആ അളവിലുള്ള കാര്യങ്ങൾ ഖുർആനിൽ വന്നു, ഹദീസിൽ വന്നു. ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹ് 2 ഏടുകളുമായിട്ട് വന്ന് ശരിക്ക് പറഞ്ഞു കൊടുത്തു. ആ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇത് സ്വർഗസ്ഥരായ ആളുകളുടെ പേര് വിവരമാണ്. അവരുടെ പേരുണ്ട്, വാപ്പാന്റെ പേരുണ്ട്, അവരുടെ ഗോത്രത്തിന്റെ പേരുണ്ട്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലിനി ഒരാളുടെ പേര് കൂടാനോ കുറയാനോ അല്ല. ഇത് നരകസ്ഥരായ ആളുകളുടെ പേര് വിവരമാണ്. അവരുടെ പേര്, വാപ്പാന്റെ പേര്, കുടുംബത്തിന്റെ പേര്, അത് പൂർത്തീകരിച്ചു. അതിലൊന്നും കൂടില്ല, ഒന്നും കുറയില്ല. എന്നിട്ട് അതിങ്ങനെ എറിഞ്ഞിട്ട് പറഞ്ഞു, ഫരീഖുൻ ഫിൽ ജന്ന ഖദ് ഫറഗ റബ്ബുക്കും മിനൽ ഇബാദ്, നിങ്ങളുടെ റബ്ബ് അവന്റെ ഇബാദുകളുടെ പ്രശ്നം അവരെവിടെ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവൻ തീർപ്പ് കഴിഞ്ഞ വിഷയമാണ്. ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ, ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. അപ്പോൾ അവർ ചോദിക്കുന്നു, ഫീമൽ അമൽ, പിന്നെ എന്തിനാണ് അമല്? മിൻ അംറിൻ ഖദ് ഫുരിഗ മിൻ, ആ കാര്യത്തിൽ നിന്ന് തീർത്തും കഴിഞ്ഞല്ലോ. അപ്പോഴാ റസൂലുള്ളാഹ് അത് മനുഷ്യർക്ക് ആവശ്യമായ അളവിൽ അള്ളാഹ് അനുവദിച്ച, അള്ളാഹ് അറിയിച്ച കാര്യം പറഞ്ഞു കൊടുത്തത്. അള്ളാഹ് അത് കണക്കാക്കിയത് വെറുതെ അല്ല, നിങ്ങളുടെ അമലിനെ നോക്കിയാണ്, ആ അമലിന്റെ ഖവാത്തീമുകൾ പരിഗണിച്ചാണ്. അതുകൊണ്ട് സ്വർഗസ്ഥരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല വഴി തെരഞ്ഞെടുക്കുന്നു, നല്ല അമല് ചെയ്യുന്നു, നല്ല അമലിൽ അവരുടെ ജീവിതം വൈൻഡപ്പ് ചെയ്യുന്നു. അവരാണ് സ്വർഗത്തിൽ, അവരുടെ പേരാണ് സ്വർഗസ്ഥരിൽ. മറിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ നല്ല വഴി തെരഞ്ഞെടുക്കൂ, നല്ലത് ചെയ്യാൻ ഉദ്യമിക്കൂ. കുല്ലുൻ മുയസ്സർ ലിമാ ഖുലിഖ, നിങ്ങൾ നല്ലതിനു വേണ്ടി മുതിർന്നാൽ അതിൽ മുന്നോട്ട് പോകാനുള്ള യഥേഷ്ടം തൗഫീഖ് അള്ളാന്റെ ഭാഗത്തുനിന്ന്. സഹാബികൾക്ക് എല്ലാ ഇഷ്കാലും തീർന്നു. ഇദൻ നജിദ് അലാന നജിദ് അൽആന നജിദ്, അൽഹംദുലില്ലാഹ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഫമൻ സഅല, എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും പിന്നെയും ചില ബുദ്ധി, ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ പിശാചയിൽ കൂടിയിട്ടുണ്ടാകും. പിന്നെ തിരിപ്പുണ്ടാക്കുന്ന ചില ബുദ്ധികൾ. ഫമൻ സഅല, ആരെങ്കിലും ചോദിച്ചാൽ, ലിമ ഫഅൽ, എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ചെയ്തത്? ഫഖദ് റദ്ദ ഹുക്മൽ കിതാബ്, ഖദറിൽ എന്തുകൊണ്ടാണ് അങ്ങനെയായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്ന് അള്ളാഹുവിന്റെ ഖദർ സംബന്ധിച്ച അള്ളാഹുവിന്റെ പ്രശ്നമാണ് ഖദർ. ആ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എന്നൊരാൾ ചോദിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു പറഞ്ഞത് ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവന്റെ കാര്യം ചോദിക്കപ്പെടാൻ ആരുമില്ല, ചോദിക്കാൻ ആർക്കും പറ്റില്ല, ചോദിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത കാര്യം ഒരാൾ ചോദിക്കാൻ മുതിരുകയാണെങ്കിൽ ഫഖദ് റദ്ദ ഹുക്മൽ കിതാബ്, അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ നമ്മോട് പറഞ്ഞ വിധി അവൻ തള്ളിയില്ലേ? തള്ളി. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഹുക്ം എന്താണ്? ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവന്റെ നടപടികളെക്കുറിച്ച് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല, ആർക്കും ചോദിക്കാൻ സാധ്യമല്ല, ആരും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കുന്നവൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന വിധിയെ മറികടക്കുകയാണ്, അത് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റദ്ദ എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. ഫമൻ സഅല ലിമ ഫഅൽ, ഏതെങ്കിലും ഒരാൾ ചോദിക്കാൻ മുതിരുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്
എന്തുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ എന്ന് ഖദർ സംബന്ധമായ കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് ഒരാൾ മുതിർന്നാൽ ഫഖദ് റദ്ദ ഹുക്മൽ കിതാബ്, കിതാബിന്റെ ഹുക്മ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവൻ പറഞ്ഞിട്ടുള്ള വിധി ഇയാൾ തള്ളിക്കളിയാണ് ചെയ്തത്. വമൻ റദ്ദ ഹുക്മൽ കിതാബ് കാന മിനൽ കാഫിരീൻ. ബ്രിമ്മിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വിഷയം അതിരാണ്. അള്ളാഹുവിന്റെ കിതാബിൽ അവൻ പറഞ്ഞിട്ടുള്ള ഹുക്മ് ഒരാൾ തള്ളിക്കളഞ്ഞാൽ അവനാണ് കാഫിർ എന്ന് പറയും. കാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽപ്പെട്ടു. ഫഹാദാ ജുംലതു മാ യഹ്താജു ഇലൈഹി മൻ ഹുവ മുനവ്വറുൻ ഖൽബുഹു മിൻ ഔലിയാഇല്ലാഹി തആല. നോക്കൂ ഈ വിഷയം. അബൂ ജഅഫർ അസ്സഹാബി അല്ലാഹു യർഹമു റഹമല്ലാഹു അബൂ ജഅഫർ ഇത്ര മനോഹരമായി, ഇത്ര സമ്പൂർണമായി, എന്നാൽ വേണ്ടാത്ത ഒരു മേഖലയിലേക്കും ഒരു ചർച്ചയും പോകാതെ നമുക്ക് ആ കാര്യം വളരെ മനോഹരമാക്കി അദ്ദേഹം അത് ഖുർആന്റെ ആയത്ത് കൊണ്ട്, ഹദീസ് കൊണ്ട്, ആ വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വാക്കുകളൊക്കെ ഇഖ്തിബാസ് മിനൽ കിതാബ് വസ്സുന്നഹ്, സ്വന്തമായ ഒരു വാക്കില്ല. അങ്ങനെ ആ കാര്യം നമുക്ക് വിശദീകരിച്ച് തന്ന മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പറയുന്നു, ഫഹാദ, അതിനാൽ ഇതാകുന്നു, ജുംലതു മാ യഹ്താജു ഇലൈഹി മൻ ഹുവ മുനവ്വറുൻ ഖൽബുഹു. മൻ ഹുവ മുനവ്വറുൻ ഖൽബുഹു, യാതൊരുത്തന്റെ ഹൃദയത്തിന് അള്ളാഹുവിന്റെ നൂറ് ലഭിച്ചിരിക്കുന്നുവോ അവന് ആവശ്യമുള്ള ആകത്തുക ഇത് മാത്രമാണ്. ഈ വിഷയത്തിൽ അഥവാ ഖദറുല്ലാഹി വ ഖദ്രിഹി, അള്ളാഹുവിന്റെ മുൻനിർണയം എന്ന് പറയുന്ന വിഷയം, ഖദർ എന്ന് പറയുന്ന വിഷയം, ആ വിഷയത്തിൽ കാഫിരീങ്ങൾക്കും അതുപോലെ തന്നെ മുബ്തദിഈങ്ങൾക്കും അതുപോലെ മുശക്കിക്കീങ്ങൾക്കും പലതും ആവശ്യമുണ്ടാകും. എന്നാൽ ഹൃദയത്തിന് അള്ളാന്റെ നൂറ് ലഭിച്ചിട്ടുള്ള, ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ഒരു അടിമ, അയാൾക്ക് ഈ വിഷയത്തിൽ ആവശ്യമുള്ളതിന്റെ ആകത്തുക ഇതാണ്. ഇതിനപ്പുറം മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ ആവശ്യമില്ല. ഫഹാദ, അതിനാൽ ഇതാണ് ജുംല. ജുംല എന്ന് പറഞ്ഞാൽ ആകത്തുക, മൊത്തം, ആകെ മൊത്തം, ആകത്തുക ഇതാണ്. ഫഹാദിഹി എന്ന് ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ കൈവശമുള്ള ഷെയ്ഖ് ഫൗസാന്റെ ശറഹില് ഹാദ എന്നാണ്. ഇതിലെന്താണ് എന്നും നോക്കട്ടെ. ചിലപ്പോ ഫഹാദ എന്ന് തന്നെയാണ് അൽബാനി തഹ്ഖീഖ് ചെയ്തത്. അൽബാനി തഹ്ഖീഖ് ചെയ്ത കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. വിവിധ മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം തഹ്ഖീഖ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് ഈ കൈവശമുള്ളത്. അതുകൊണ്ട് ഹാ തന്നെ ആയിരിക്കും, വേറുള്ളത് വെട്ടിയേക്കും. പിന്നെ ഒരു ഷെയ്ഖ് ഫൗസാന്റെ ആണ്, അതിലും ഹാ തന്നെയാണ്. ഏതെങ്കിലും ഈ പുസ്തകത്തിന്റെ മാനുസ്ക്രിപ്റ്റുകളിൽ 5, 6, 7 ഒക്കെ ഉണ്ടാകും. അപ്പൊ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ തഹ്ഖീഖിൽ കൊടുക്കുക. ഇതാണ് ജുംല. ജുംല എന്ന് പറഞ്ഞാൽ ആകത്തുക. മാ യഹ്താജു ഇലൈഹി, ആവശ്യമായി വരുന്ന വിഷയത്തിന്റെ ആകത്തുക ഇതാണ്. ആർക്ക്? മൻ ഹുവ മുനവ്വറുൻ ഖൽബുഹു, ഏതൊരുത്തന്റെ ഹൃദയത്തിന് നൂറ് ലഭിച്ചിട്ടുണ്ടോ, ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടോ, അവന് ആവശ്യമായി വരുന്നതിന്റെ ആകത്തുക ഇത് മാത്രമാണ്. മിൻ ഔലിയാ ഇല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളിൽപ്പെട്ട. അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ അർത്ഥത്തിലേക്ക് പോകും. ഒരു പച്ച മുണ്ട് പൊറച്ച്, ഒരു പക്ഷേ വേണമെങ്കിൽ കഞ്ചാവ്, ആ ഔലിയ അല്ല പറയണത്. ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെന്ന് പറയാം. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അള്ളാഹുവിൽ അചഞ്ചലമായ ഈമാൻ ഉൾക്കൊള്ളുകയും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് ഔലിയാക്കന്മാർ. അങ്ങനെയുള്ള അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അവന്റെ കൽപ്പനാവിലക്കുകൾ മാനിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന, ഹിദായത്ത് ലഭിച്ചിട്ടുള്ള, ഹൃദയത്തിന് വെളിച്ചം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യന് ഇவ்വിഷയകമായി ആവശ്യമായി വരുന്നതിന്റെ ആകത്തുകയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചിട്ടുള്ളത്. ഫഹാദാ ജുംലതു മാ യഹ്താജു ഇലൈഹി മൻ ഹുവ മുനവ്വറുൻ ഖൽബുഹു മിൻ ഔലിയാഇല്ലാഹി തആല വഹിയ ദറജത്തുർ റാസിഖീന ഫിൽ ഇൽം. വഹിയ ദറജത്തുർ റാസിഖീന ഫിൽ ഇൽം, ഇതാണ്, ഈ സ്റ്റേജിലാണ്, ഈ സ്റ്റെപ്പിലാണ് ആര് നിൽക്കുന്നത്? അർ-റാസിഖൂന ഫിൽ ഇൽം, ശർഈയായ ഇൽമ് പഠിക്കുകയും അതിൽ റുസൂഖ്, അതിൽ വിൽപ്പത്തി നേടുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാര് ഈ ദർജയിലേ നിന്നിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് അവർ പോയിട്ടില്ല.
അപ്പൊ ഈ വിഷയത്തിൽ റാസിഖീങ്ങളായിട്ടുള്ള ഉലമാക്കൾ എവിടെയാണോ നിന്നത് അവിടെയാണ് ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. റുസൂഖുള്ള ഉലമാക്കൾ ഇതിനപ്പുറം പോകൂല. പിന്നെന്താണ്, ബിദ്അത്തിന്റെയും ഹവയുടെയും അഖ്ലാനിയത്തിന്റെയും ആളുകൾ, അവരാണ് ഇതിന്റെ അപ്പുറത്തേക്ക് പോവുക. അപ്പുറത്തേക്ക് പോയാൽ ഏതെങ്കിലും ഒരു ആയത്ത് ഹദീസ് അവർക്കുണ്ടോ? ഇല്ല. എന്താണുള്ളത്? അവരുടെ നശിച്ച ബുദ്ധി കൊണ്ട് അവർക്ക് കിട്ടുന്ന ചില നിഗമനങ്ങൾ. ആ നിഗമനങ്ങൾ ഒരു പരിഹാരങ്ങളല്ല, അത് 10 പ്രശ്നങ്ങളായിട്ടാണ് തീരുക. അതുകൊണ്ടാണ് അൽ ഹദറ കുല്ലൽ ഹദർ, നീ സൂക്ഷിച്ചോ എന്ന് പ്രത്യേകം മുഅല്ലിഫ് റഹിമഹുല്ലാഹു തആല നമുക്ക് താക്കീത് നൽകിയത്. മിൻ ദാലിക നളറൻ വഫിക്റൻ വവസ്വസ, ഈ വിഷയത്തിൽ നീ ചിന്ത പ്രയോഗിക്കുന്നത്, നീ ബുദ്ധി ഉപയോഗിക്കുന്നത്, വസ്വാസിലത് സൂക്ഷിക്കണം. അതിന് നമ്മൾ പോയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു കാര്യമല്ല അത്. മറിച്ച് ഏത് റാസിഖായ ആലിമും, റസഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരൂന്നുക എന്നാണ് വാക്കിന്റെ അർത്ഥം. റുസൂഖ്, പർവ്വതങ്ങൾക്ക് വേരുണ്ട് എന്ന്, അതുകൊണ്ട് റുസൂഖുൽ ജിബാൽ എന്നാണ് പറയാ. പർവ്വതങ്ങൾ ആഴത്തിലേക്ക് അതിന്റെ ആണികൾ വേരുകൾ പോയതുപോലെ, എന്നതുപോലെ ഇൽമിന്റെ കാര്യത്തിൽ ആഴത്തിൽ വേര് പോയിട്ടുള്ള പണ്ഡിതന്മാര്, അവർക്കാണ് വ്യുൽപ്പത്തിയുള്ള പണ്ഡിതന്മാര് എന്ന് നമ്മൾ പറയാം. അങ്ങനെ ഇസ്ലാമിക ശരീഅത്തിൽ അവഗാഹം നേടിയിട്ടുള്ള വ്യുൽപ്പത്തിയുള്ള ഉലമാക്കൾ, അവര് പോലും ഈ വിഷയത്തിൽ എത്തിപ്പെട്ടു നിൽക്കുന്ന ദറജ ഇതാണ്. വഹിയ ദറജത്തുർ റാസിഖീന ഫിൽ ഇൽം ഐ അൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമിൽ റുസൂഖ് നേടിയ ഉലമാക്കളുടെ ഗ്രേഡ് ഇതാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് സൂക്ഷിച്ചു. ലിഅന്നൽ ഇൽമ ഇൽമാനി, കാരണം ഇൽമ് രണ്ടെണ്ണമാണ്. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ദീർഘിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. ലിഅന്നൽ ഇൽമ ഇൽമാൻ, ഇൽമുൻ ഫിൽ ഖൽഖി മൗജൂദ്, അതിൽ ഒന്നാമത്തെ ഇനം സൃഷ്ടികളിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ച, അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമുണ്ട്. ഇൽമുൻ ഫിൽ ഖൽഖി മൗജൂദുൻ, ഖൽഖിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള, ഉണ്ടാകാൻ അവൻ അനുവദിച്ചിട്ടുള്ള ഇൽമ്, അതാണ് ഒരിനം. വഇൽമുൻ ഫിൽ ഖൽഖി മഫ്ഖൂദ്, സൃഷ്ടികളിൽ ഇല്ലാത്ത, സൃഷ്ടികളിൽ നിലനിൽക്കാത്ത, സൃഷ്ടികൾക്ക് നൽകാത്ത, സൃഷ്ടികൾക്ക് അനുവദിക്കാത്ത, സൃഷ്ടികൾക്ക് നഷ്ടമായിട്ടുള്ള ഒരു ഇൽമുണ്ട്. ആദ്യത്തേത് അള്ളാഹ് നമുക്ക് നൽകിയ ഇൽമ്. രണ്ടാമത്തേത് ഇസ്തഅല്ലാഹു ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദഹു, അള്ളാഹു ഇൽമുൽ ഗൈബിൽ സ്വന്തമാക്കി വെച്ചിട്ടുള്ള ഇൽമ്. അങ്ങനെ ഇൽമ് 2ആണ്. ഒന്ന് അള്ളാഹ് സൃഷ്ടികൾക്ക് കൊടുത്തത്, മറ്റൊന്ന് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കാതെ അവർക്ക് നഷ്ടപ്പെട്ട, അവർക്ക് ലഭിക്കാത്ത ഇൽമ്. ഫഇൻകാറുൽ ഇൽമിൽ മൗജൂദി കുഫർ, അതുകൊണ്ട് തന്നെ ഒരാള് ഇൻകാറുൽ ഇൽമിൽ മൗജൂദി കുഫർ, സൃഷ്ടികളിൽ ഉള്ള ഒരു ഇൽമിനെ ഒരാൾ നിഷേധിച്ചാൽ അത് കുഫറാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഇൽമ് ഏതാണ്? ഒരു ഇൽമ് അള്ളാഹു പറഞ്ഞു വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹിക്മത്തും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഖുർആനും സുന്നത്തും. അതുപോലെ തന്നെ വയുഅല്ലിമുകും മാ ലം തകൂനു തഅലമൂൻ, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ അറിവിൽപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും, ആ വസ്തുക്കളുടെ പേര്, അതിന്റെ പൊരുളറിയാനും പൊരുളിന് ഇണങ്ങുന്ന പേര് നൽകാനും അത് തന്റെ മസാലിഹകൾക്ക് വേണ്ടി ഉപയോഗിക്കാനും മനുഷ്യന് പ്രാപ്തി നൽകുന്ന ഇൽമ്, അത് ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. അത് മനുഷ്യര് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഇൽമ് കൊണ്ടാണ് സാംസ്കാരിക കൈമാറ്റങ്ങളും വികാസങ്ങളും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പരലോകത്തേക്ക് വേണ്ടതായ കാര്യങ്ങൾ അള്ളാഹു വഹീറക്കി നൽകി. അതാണ് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അവൻ അറിയാത്തവനായിരുന്നു, അവൻ അള്ളാഹു അറിയാത്തത് പലതും പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ അള്ളാഹു അറിയിച്ചു കൊടുത്ത കുറെ ഇൽമുണ്ട്. ആ ഇൽമിനെ ഒരാൾ നിഷേധിച്ചാൽ അത് കുഫ്റാണ്. കാരണം അള്ളാഹ് അവന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെയുള്ള ഇൽമ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ദുനിയാവിന്റെ കാര്യങ്ങൾ. ദുനിയാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ട ആരാത്തുകൾ, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ സംബന്ധിച്ചാണ് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വസ്തു ഇതിന്റെ മുന്നിൽപ്പെട്ട ഞാൻ തിരിച്ചു മറിച്ചൊന്ന് നോക്കി, ഒന്ന് മണത്തു നോക്കി, പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ഇതിന്റെ കുറെ അവിടെ ഇവിടെ സ്വിച്ച് കാണുന്നുണ്ട്, അത് ഞാൻ അമർത്തി നോക്കി, അപ്പൊ അതിലെ ലൈറ്റ് പോയി. അങ്ങനെ ഓരോന്ന് ഞാനിത് എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും എന്റെ യുക്തി കൊണ്ടും
മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മൃഗങ്ങളാണെങ്കിൽ ഈ കിട്ടിയത് ഒന്ന് മടുത്തു വെക്കും, പിന്നെ അടുത്തത് ഒന്ന് തട്ടി വെക്കും, പിന്നെ ഒന്ന് കടിച്ചു വെക്കുമ്പോൾ രുചി ഉണ്ടെങ്കിൽ തിന്നുമില്ലെങ്കിൽ തട്ടിയിട്ട് പോകും. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു വസ്തുവിനെ വിശകലനം ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യൻ ആ വസ്തുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിഹവാസിഹി വതഫ്കീരി, അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അവന്റെ യുക്തി കൊണ്ടുമാണ്. അങ്ങനെ ആ യുക്തി കൊണ്ട് അവൻ അതിനെ വിശകലനം ചെയ്തിട്ട് അതിന്റെ ഉള്ളടക്കം പഠിച്ചിട്ട് അത് ഇന്ന ഗുണമുള്ളതാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഇന്നതാണ്, അതിന്റെ ക്വാളിറ്റീസ് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി. ആ ക്വാളിറ്റീസ് മനസ്സിലാക്കിയിട്ട് അതിനെ അവൻ ചെയ്മ ചെയ്തു, അതിനെ അവൻ കീഴ്പ്പെടുത്തിയിട്ട് അവന്റെ വർഗത്തിന്റെ നന്മക്ക്, മനുഷ്യവർഗത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് അവൻ ഉപയോഗിച്ചു. ഉദാഹരണത്തിനെടുത്തോളൂ, തീ മാത്രം എടുത്തോളൂ. തീ കണ്ട് മനുഷ്യൻ അതെന്ത് തൊട്ടുനോക്കി ചൂട്, അപ്പൊ അതിലേക്ക് വേറെന്തൊരു വസ്തു ഇട്ട് നോക്കി, കിഴങ്ങിട്ട് നോക്കി, വെന്തു. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത് കഴിച്ചു നോക്കുമ്പോ പച്ചക്കിഴങ്ങിനേക്കാൾ രസം. അതുകൊണ്ട് ഈ തിരക്കടില്ലല്ലോ തീയ്, അതുകൊണ്ട് ആ തീയിന് എന്ത് ചെയ്യണം? ആ തീയിനെ വല്ല കൂട്ടിലാക്കണം. അതുകൊണ്ട് തീപ്പെട്ടി ഉണ്ടാക്കി എന്നിട്ട് പോക്കറ്റിലിട്ട് നടന്നു. ഇതാണ് മനുഷ്യൻ. അതിനവന്റെ ബുദ്ധിയാണ് അവരെ സഹായിച്ചത്. അത് ആ വസ്തുവിന്റെ പൊരുള് മനസ്സിലാക്കാൻ, അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ, അതനുസരിച്ച് അതിനെ ടൈം ചെയ്ത് തന്റെ മസാലഹകൾക്ക് ഇൻട്രസ്റ്റിന് വേണ്ടി, അവന്റെ കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ അവനെ അള്ളാഹ് പ്രാപ്തനാക്കി. അതാണ് വഅല്ലമാദമൽ അസ്മാഅ കുല്ലഹ, പേരും പൊരുളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. എന്ന വേറൊരു കാര്യം, നാളെ പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിനെന്താണ്? അതിനല്ല നമ്മൾ വെറുതെ വിട്ടില്ല, അതെന്റെ ബുദ്ധി കൊണ്ട് കിട്ടൂല. മറിച്ച് എന്താണ്? വലം യത്റുക്ന ഹമല ബൽ അർസല ഇലൈനാ റസൂല ഫമൻ അതാഅ റസൂൽ ഫഖദ് ദഖലൽ ജന്ന വമൻ അസാഹു ഫഖദ് ദഖലൻ നാർ വദ്ദലീലു ഖൗലുഹു തബാറക വതആല ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔന റസൂൽ ഫഅഖദ്നാഹു അഖദൻ വബീല. അല്ലാഹു അംബിയാക്കന്മാരെ അയച്ചു കൊടുത്തു, ഫിർഔന് വരെ അമ്പിയാക്കളെ അയച്ചു കൊടുത്തു, മുർസലീങ്ങളെ അയച്ചു കൊടുത്തു. അവരിന്നത് ചെയ്യൂ, അത് അവർ പഠിച്ചു. ഇങ്ങനെ അള്ളാഹ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളും ദീനും ദുനിയാവും കൊടുത്തിട്ടുണ്ട്. ഇത് നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിനെ നിഷേധിക്കലാണ് കുഫ്റാൻ. വദ്യാഉൽ ഇൽമിൽ മഫ്ഖൂദി കുഫർ. എന്നാൽ സൃഷ്ടികളിൽ ഇല്ല, അവർക്ക് നഷ്ടപ്പെട്ടതാണ്, അവർക്കില്ലാത്തതാണ്, അവർക്ക് കൊടുക്കാത്തതാണ് എന്ന് പറഞ്ഞ മഫ്ഖൂദായ ഇൽമു ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും കുഫ്റാൻ. എനിക്ക് ഖൈബർ എന്ന് പറഞ്ഞാൽ അത് കുഫ്റാൻ. ഇതാണ് അതിന്റെ കാര്യം. هذا ما يسر الله تعالى أن أشرح لكم في هذه الجلسة وأسأله سبحانه بأسمائه وصفاته أن يجعلنا جميعا من سعداء الدنيا والآخرة إنه على كل شيء قدير. وسبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد.